നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങൾ 123 അധ്യായം 3 വാക്യം. യഹോവേ, ഞങ്ങളോട് കൃപ തോന്നേണമേ, ഞങ്ങളോട് കൃപ തോന്നേണമേ, നിന്നെ സഹിച്ച് ഞങ്ങൾ മടുത്തിരിക്കുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പറയാറുണ്ട്: ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നേണമേ. മറ്റുള്ളവരുടെ പരിഹാസങ്ങളും വേദനകളും കളിയാക്കലുകളും ഒക്കെ കേട്ട് ഞങ്ങൾ മടുത്തിരിക്കുന്നു. ഇനിയും എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ എന്നൊക്കെ. തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷങ്ങൾ മാത്രമല്ല, ദുഃഖങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നമ്മളെ വേട്ടയാടാറുണ്ട്, അല്ലേ? അങ്ങനെയെങ്കിൽ ഈ വചനം നമ്മളെ അതിന് ശക്തിപ്പെടുത്തുന്നതാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, യഹോവയായ ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോട് നമ്മുടെ ഉള്ളിലെ ആവലാതികളും വേവലാതികളും നമ്മുടെ വിഷമങ്ങളും മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നാം തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടും. ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ അനുഭവിച്ചത് 33കാരനായ ഒരു മരപ്പണിക്കാരനാണ്. അവനോളം ഒറ്റപ്പെടലുകൾ, അവനോളം പരിഹാസങ്ങൾ നമ്മൾ ആരും കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ അത്രത്തോളം വേദനകളിലൂടെ കടന്നു വന്നവനോട് നമ്മുടെ വേദനകൾ പറയാൻ നാം എന്തിനു മടിക്കണം? ഇതേ വചനത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ദൈവത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനും കരഞ്ഞു പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ ഉത്തരങ്ങളും നമുക്ക് ലഭിക്കും. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിടത്ത് അതിബുദ്ധിമാനായ എന്നാൽ സൂത്രശാലിയും കുറച്ചേറെ തല്ലിപ്പൊളിത്തരങ്ങളും കയ്യിലുള്ള ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു. അവനാകട്ടെ നാട്ടിലുള്ള അല്ലെങ്കിൽ കാട്ടിലുള്ള തന്റെ ചുറ്റിലുമുള്ള എല്ലാ മൃഗങ്ങളെയും ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയുമിരുന്നു. അവന്റെ ഉറ്റ സുഹൃത്തായിട്ട് അവനോടൊപ്പം ഉണ്ടായിരുന്നത് ഒരു കഴുതയായിരുന്നു. അവനാകട്ടെ തന്റെ സുഹൃത്തിനെ വേദനിപ്പിക്കാതിരിക്കാൻ തക്കവണ്ണം അവൻ എന്തൊക്കെ പറഞ്ഞാലും, അതായത് ആ കുറുക്കൻ എന്തൊക്കെ പറഞ്ഞാലും അത് തന്നെ അംഗീകരിച്ചു കൊടുക്കുകയും അവനോടൊപ്പം കൂട്ടുകൂടി സൗഹൃദം കൂടി ചങ്ങാത്തത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ ഈ കുറുക്കൻ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് കാട്ടിലെ തന്നെ രാജാവായ സിംഹത്തെ കാണാൻ ഇടയാവുകയാണ്. സിംഹമാകട്ടെ വിശന്ന് വലഞ്ഞ് വളരെ ദാരുണമായിട്ടുള്ള ഒരവസ്ഥയിലും. കുറുക്കനെ കണ്ട ഉടൻ തന്നെ സിംഹത്തിന്റെ കണ്ണിൽ പൂത്തിരി കത്തുകയാണ്. എന്തിനാണ്? തനിക്ക് വിശന്ന് വലഞ്ഞപ്പോൾ ഇതാ ദൈവം ആഹാരം തന്നിരിക്കുന്നു. കുറുക്കനെങ്കിൽ കുറുക്കൻ, ഇവനെ തന്നെ ഇന്ന് ഭക്ഷിച്ചു കളയാം. അങ്ങനെയുള്ള തീരുമാനങ്ങളോടുകൂടി സിംഹവും കുറുക്കന്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നു. എന്നാൽ സിംഹത്തിന്റെ ഉള്ളിലെ ചിന്തകൾ മനസ്സിലാക്കിയ കുറുക്കനാകട്ടെ എങ്ങനെ ഇവിടെ നിന്ന് തടിതപ്പാം, എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അടുത്തെത്തുകയാണ്. ഈ സിംഹം ഉടനെ തന്നെ പറയുകയാണ്: നിനക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഞാനിതാ നിന്നെ ഭക്ഷിക്കാൻ പോവുകയാണ്. അത്രയേറെ ഞാൻ ക്ഷീണിതനായിരിക്കുന്നു. അത് മാത്രമല്ല, കാട്ടിലെ രാജാവാണ് ഞാൻ. ഈ കാട്ടിലെ രാജാവിന്റെ വിശപ്പകറ്റുക എന്നുള്ളത് പ്രജകളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയെങ്കിൽ എന്റെ ഇന്നത്തെ ഭക്ഷണം നീ ആവുകയില്ലേ എന്ന് ഈ സിംഹം ചോദിക്കുകയാണ്. ഇത് കേട്ട് കുറുക്കന് എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ രക്ഷപ്പെടണമെന്നും അറിയില്ല. എങ്കിലും തന്റെ ബുദ്ധിയും സൂത്രവും പരീക്ഷിക്കുവാൻ അവൻ തീരുമാനിക്കുന്നു. തന്റെ ഉറ്റ സുഹൃത്തിനെ രാജാവിന് കൈമാറുവാൻ അവൻ ആ സമയത്ത് ആഗ്രഹിക്കുകയാണ്. പിന്നീട് എന്തായിരിക്കും കഥയിൽ സംഭവിച്ചിട്ടുണ്ടാവുക? പാവപ്പെട്ട കൂട്ടുകാരനെ ചതിക്കുവാനോ അല്ലെങ്കിൽ അവന് സിംഹത്തിന് ഭക്ഷണമായി നൽകുവാനോ ഈ കുറുക്കനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാകുമോ? കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ ഒരു ബോബി എന്നാണ്, ബോബി നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിക്കുന്നു അല്ലേ? ഓക്കെ അങ്കിള്, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഭാര്യ ഉണ്ടായിരുന്നു, അതൊക്കെ പിണങ്ങിപ്പോയി. ഓക്കെ ഓക്കെ. അവിടെ നെയ്യാറ്റിൻകരയിൽ എന്തുകൊണ്ട് വിശേഷം? നെയ്യാറ്റിൻകരയിൽ എന്തുകൊണ്ട് വിശേഷം? ഇവിടെ നല്ല ചൂടാണ്, വെയില് നല്ല ചൂടല്ലേ? കേരളം മുഴുവൻ ഇപ്പൊ കത്തി നിക്കുവാ. ഭയങ്കര പതിവിലും അതെ അതെ, പതിവിലും കൂടുതൽ ചൂടുണ്ട്. സാരമില്ല, അതും ദൈവത്തിന്റെ ഒരു ഇതാണല്ലോ, അപ്പൊ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അതെ. അപ്പോ അങ്കിളെ, നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കയറിയാലോ, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോ അങ്കിളിന് വേണ്ടിയിട്ടുള്ള, ബോബി അങ്കിളിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അബ്രഹാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അവന് എന്തുണ്ടായി? നീതിയായി കണക്കിട്ടു. സംശയമുണ്ടോ?
ഇല്ല. ഇല്ല, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉം. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, അത് അവന് നീതിയായി കണക്കാക്കപ്പെട്ടു. ഉം. അപ്പൊ നമ്മൾ ഒരു ചോദ്യം ശരിയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓ. ചോദ്യം ഇതാണ്: യേശുക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചത് എന്ത് നിമിത്തമാണ്? നമ്മുടെ അതിക്രമങ്ങൾ നേതാവ് മരണത്തിനെ ഏൽപ്പിച്ച് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്നു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. ഒരു പാട്ട് പാടാ. ഇപ്പൊ 2 ചോദ്യങ്ങൾ ശരിയായല്ലോ. അപ്പൊ നമുക്ക് ആ സന്തോഷത്തിൽ തന്നെ പാട്ട് പാടാം. പാടിക്കോളൂ നിങ്ങളെ. എക്കാല ശബ്ദം ദൂതർകൾ കൂട്ടം സർവരികിன்ற. എക്കാല ശബ്ദം ദൂതർകൾ കൂട്ടം സർവരികിன்ற. ഒരു നൊടി പൊഴുതിൽ മറുരൂപമാവും മഹിമയിൽ പ്രവേശിപ്പോ. ഒരു നൊടി പൊഴുതിൽ മറുരൂപമാവും മഹിമയിൽ പ്രവേശിപ്പോ. കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ആനന്ദമാനന്ദമേ എൻ അൻപരിൻ തിരുപാദത്തിൽ. ആനന്ദമാനന്ദമേ എൻ അൻപരിൻ തിരുപാദത്തിൽ. കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ഹലോ. അങ്കിളെ തമിഴ് പാട്ടൊക്കെ ആണല്ലോ. ഇത് എവിടെന്നാ പഠിച്ചേ? ഇപ്പൊ 2-3 എപ്പിസോഡായിട്ട് ഈ തമിഴ് പാട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇത് എവിടെന്നാ പഠിച്ചേ? ഇത് കല്യാണത്തിനൊക്കെ പോകുമ്പോ അവിടെ കേട്ടിട്ടുണ്ട് പാട്ട്. പിന്നെ എന്റെ മൊബൈലിലൊക്കെ ഉണ്ട് ഈ പാട്ട്. മൊബൈലിൽ ഞാൻ കേൾക്കാറുണ്ട്. ഓക്കെ, കേട്ട് പഠിച്ചതാ അല്ലേ? പിന്നെ എന്റെ പാട്ടുസത്തിലൊക്കെ ഉണ്ട് ഈ പാട്ട്. ഓക്കെ, വെരി നൈസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് എന്തിനായിട്ടാണ്? വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തിനു വേണ്ടിയിട്ടാ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്? നമ്മുടെ അതിക്രമം നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ച് നമ്മുടെ നീതിഗണത്തിനായി ഉയർപ്പിച്ചിരിക്കുക. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അതെ, ആ വചനത്തിൽ തന്നെ, ഇപ്പൊ പറഞ്ഞ വചനത്തിൽ തന്നെ ഉത്തരവുണ്ടേ. അപ്പൊ അത് ശരി ഉത്തരമായിട്ട് നമുക്ക് കണക്കാക്കാം. അതിന്റെ ശരി ഉത്തരം ഇങ്ങനെയാണ്: നമ്മുടെ നീതീകരണത്തിനായി. ഓക്കെ, അപ്പൊ നമ്മൾ 3 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്കൊരു വചനം പങ്കുവെക്കാം. നിങ്ങൾ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകാൻ തക്കണ ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഓക്കെ, വചനമൊക്കെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ബൈബിൾ ക്വിസിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ബാക്കി മത്സരത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ബൈബിൾ ക്വിസിനൊക്കെ. ഓക്കെ, ബൈബിളുമായിട്ട് അത്രയും കണക്ട് ആയിട്ട് നിൽക്കുന്നവർക്ക് പെട്ടെന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? 4ാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ അങ്കളെ? ചോദ്യം, അവസാനത്തെ ചോദ്യം ഇതാണ്. ഇതും കൂടി ശരിയാക്കണം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി അവനെ ഉയർപ്പിച്ചു. ആരെയാണ്? സംശയമൊന്നുമില്ലല്ലേ? ഭയങ്കര സിമ്പിൾ ചോദ്യമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്, ശരി ഉത്തരമാണ്. ഉത്തരം ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിനെ. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 4 ചോദ്യങ്ങളും ശരി ഉത്തരം തന്നെ നൽകി. ഒരു പാട്ടൊക്കെ പാടി. പറഞ്ഞോളൂ അങ്ങളെ. ഓക്കെ, ഓൾവേസ് വെൽക്കം. വരാട്ടോ. ഓക്കെ, ഞങ്ങള് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മ്യൂസിയം ഒക്കെ കാണാനും ഒരു ദിവസം ഇവിടെ ചെലവഴിക്കാനൊക്കെ. ഓക്കെ, സന്തോഷം അങ്ങളെ കേട്ടപ്പോ. എന്തായാലും വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം. ഓക്കെ, രഞ്ജിത. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങളെ ഇനിയും വിളിക്ക. ഓക്കെ, അപ്പൊ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം അങ്ങളെ. താങ്ക് യു. ഞങ്ങളും പ്രാർത്ഥിച്ചോളാം. ഓക്കെ.
നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ബോബി അങ്കിളായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരമൊക്കെ നൽകി. അത് മാത്രമല്ല നന്നായിട്ടൊരു പാട്ടൊക്കെ, തമിഴ് പാട്ടൊക്കെ പാടി, പിന്നെ നമുക്ക് വേണ്ടി വചനമൊക്കെ പങ്കുവെച്ചു. തീർച്ചയായിട്ടും അങ്കിളിനും കുടുംബത്തിനും ഈശോ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. സിംഹത്തിന്റെ ആവശ്യപ്രകാരം ഈ കുറുക്കൻ സിംഹത്തിനുള്ള ഭക്ഷണം അന്വേഷിച്ച് ഇറങ്ങുകയാണ്. സിംഹത്തിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, താങ്കൾക്കുള്ള രാജാവിനുള്ള ഭക്ഷണം ഞാൻ തന്നെ തിരികെ കൊണ്ടുവരും എന്നുള്ളത്. അങ്ങനെ ഈ ചതിയനായിട്ടുള്ള കുറുക്കൻ അല്ലെങ്കിൽ സൂത്രശാലിയായിട്ടുള്ള കുറുക്കൻ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവന് സുഹൃത്തിനോട് അത്ര ആത്മാർത്ഥമായിട്ടുള്ള ചങ്ങാത്തം ഒന്നും ആയിരിക്കുകയില്ല ഉള്ളത് എന്നുള്ളത്. അങ്ങനെ കഴുതയുടെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് കഴുതയോട് പറയുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു തരത്തിലുള്ള പുല്ലിന്റെ കൂട്ടം ഞാൻ കണ്ടു, അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിനക്കതിനെ ഭക്ഷിക്കാം, നിനക്ക് 2 ദിവസത്തേക്ക് മേഞ്ഞു നടന്ന് ഭക്ഷിക്കുവാനുള്ള പുൽക്കൂട്ടം അവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴുതയും സന്തോഷത്തോടു കൂടി തന്റെ കൂട്ടുകാരൻ അത് കണ്ടപ്പോൾ തന്നെ ഓർത്തല്ലോ, തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ട് ഈ കഴുതയും ഈ കുറുക്കനെ അനുഗമിച്ചുകൊണ്ട് യാത്ര തിരിക്കുകയാണ്. എന്നാൽ യാത്രയുടെ മധ്യേ ഒരു കുഴിയുടെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഈ കുറുക്കൻ പതിയെ പിൻവലിഞ്ഞ് ആ കഴുതയെ കുഴിയിലേക്ക് തള്ളിയിടുന്നു. കുഴിയിലേക്ക് വീണ കഴുത അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി, എന്നെ രക്ഷിക്കണേ എന്നുള്ളത്. എന്നാൽ ഈ കുറുക്കൻ ആ നിമിഷം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു, നിന്നെ രക്ഷിക്കാനുള്ള ആള് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടേക്ക് വരും, അപ്പോൾ അദ്ദേഹത്തോട് നീ പറഞ്ഞാൽ മതി നിന്നെ രക്ഷിക്കാൻ, അദ്ദേഹം നിന്നെ രക്ഷിച്ചുകൊള്ളും എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് സിംഹത്തിന്റെ അടുത്തേക്ക് പോകുന്നു. വളരെ കുറച്ചധികം സമയങ്ങൾക്ക് അപ്പുറം ആ സിംഹത്തെയും കൂട്ടി കുറുക്കൻ ഈ കഴുത കിടക്കുന്ന കുഴിയുടെ അടുത്തേക്ക് വരികയാണ്. സിംഹത്തോട് പറയുന്നു, അല്ലയോ രാജൻ, താങ്കൾ ഇത് നോക്കിയാലും ഈ കഴുതയ്ക്ക് വലിയ ശരീരമാണ്, അല്ലെങ്കിൽ ഇതിന് ഒരുപാട് മാംസമുണ്ട്, താങ്കൾക്ക് സ്വദേഷ്ടം ഇത് ഭക്ഷിക്കാം, താങ്കൾ ഭക്ഷിച്ച് മതിയാക്കുന്നതിന്റെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാൻ ഞാനും ഇവിടെയുണ്ട്, അങ്ങനെയെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ ആഹാരം ഇപ്പോൾ തന്നെ രുചി നോക്കാവുന്നതാണ്. എന്നാൽ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സിംഹം കുറുക്കനെ നേരെ തിരിയുന്നു. കഴുതയാകട്ടെ കണ്ണുകൾ നിറച്ചുകൊണ്ട് സിംഹത്തെ നോക്കി കൈകൂപ്പുന്നു. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ചതിയനായ കുറുക്കന്റെ ആ തന്ത്രത്തിന് മുന്നിൽ കഴുതയ്ക്ക് തന്റെ ജീവൻ നഷ്ടമാക്കേണ്ടി വരുമോ? അതോ സിംഹം ആ കഴുതയോട് എന്തെങ്കിലും ദയ കാട്ടിയിട്ടുണ്ടാകുമോ? കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? കോട്ടയത്ത് നിന്ന് മറിയാമ്മ കുര്യൻ. കോട്ടയത്ത് നിന്ന് മറിയാമ്മ ആന്റിയാണ് അല്ലേ? ഓക്കെ ആന്റി, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും അപ്പച്ചനും ആന്റിയും അല്ലേ? അവിടെ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് ഒരു സകലം സുഖമില്ലായിരിക്കായിരുന്നു. വയ്യായികയായിരുന്നോ? എന്താ പറ്റിയതാ? ഞാൻ അപ്പച്ചൻ വീഴാൻ തുടങ്ങിയപ്പോ ഞാൻ പിടിക്കാൻ പോയതാ, അന്നേരം ഞാനൊന്ന് വീണ്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ദൈവാനുഗ്രഹത്തെ ഒരുമാതിരി സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ആന്റി, ഓക്കെ, ഞങ്ങൾ ഇനി പ്രാർത്ഥിച്ചോളാം കേട്ടോ. നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കയറിയാലോ, എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം. ശരി പോകാം. അപ്പോ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദൈവം ആരുടെയൊക്കെ ദൈവമാണ്? ജാതികളുടെയും ദൈവമാ. അവരുടെ മാത്രമാണോ? ദൈവം മാത്രമല്ല, ജാതികളുടെയും ദൈവമാ. അതെ അതെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, യഹൂദന്മാരുടെയും ജാതികളുടെയും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ശരിയാക്കി. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ചാടിയാലോ? ചോദ്യം ഇതാണ്, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ഏതിനാലാണ്? പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു. ലോക്ക് ചെയ്യട്ടെ ഉത്തരം? ഓക്കെ, ലോക്ക്ഡ്. അപ്പം ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, പ്രവൃത്തിയാൽ. ഭയങ്കര സിമ്പിൾ ആയിരുന്നു എന്ന് തോന്നുന്നല്ലേ? 2 ചോദ്യങ്ങളും പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ വായിച്ചിട്ടുള്ള ഭാഗമായതുകൊണ്ട്. ഓക്കെ, കോട്ടയത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടാ. മഴയൊക്കെ കിട്ടുന്നുണ്ടോ ഇടയ്ക്കെങ്കിലും? ഒരു മഴ പെയ്തു, അത് ശരിയായില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മഴ പെയ്താൽ കൂടുതൽ ചൂട് കൂടുന്ന. അത് തന്നെ. അപ്പൊ ആന്റി, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. അതിനു മുൻപായിട്ട് ഒരു പാട്ട് പാടിയാലോ? ഞാൻ പാടാം. എന്നാലും സാറില്ല, ആന്റിയെ കൊണ്ട് പറ്റും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഇതാണോ പാടാൻ പറ്റില്ല, വയ്യാണ്ടിരിക്കുവാന്നൊക്കെ പറഞ്ഞേ?
വയ്യാണ്ടിരിക്കുവാൻ പാർക്കൊക്കെ അറിയായിരുന്നു, അതുകൊണ്ട് സാരമില്ല. പാടിയതാ. ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വയ്യായികയൊന്നും ഒരു പ്രശ്നമല്ല. അതെ ശരിയാ, പക്ഷെ അവർക്ക് കഷ്ടതകൾ കൂടും. സാരമില്ല, പോട്ടെ. ഇതിന്റെ പേരിൽ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? പോകാം. ചോദ്യം ഇതാണ്: ദൈവത്തെ വിശ്വസിച്ചതിനാൽ അത് നീതിയായി കണക്കാക്കപ്പെട്ടത് ആർക്കാണ്? അബ്രഹാമിന്. കുഞ്ഞു പിള്ളേർക്കുള്ള ചോദ്യം പോലെ തോന്നുന്നു, ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉത്തരങ്ങൾ പറയുന്നു. അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, അത്രയും പഠിച്ചതുകൊണ്ട്. ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, അബ്രഹാം. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങൾ ശരിയാക്കി. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം പങ്കുവെക്കാവോ? ഇഷ്ടമുള്ളത് മതി, ഏതായാലും മതി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വിധിക്കപ്രകാരം നിർണയപ്പെട്ടവർക്ക് തന്നെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റഫറൻസ് ഓർമ്മയുണ്ടോ? ഓർമ്മ അതായത് ഹോംവർക്ക് എഴുതിയ ലേഖനത്തിലാന്ന് തോന്നുന്നു. ഇത്രയ്ക്ക് ഞാൻ മറന്നുപോകും, എനിക്ക് പ്രായം കൂടുതലാ. അത് പറഞ്ഞങ്ങ് രക്ഷപ്പെടുവോ അല്ലേ കൊച്ചുകളി? അല്ല, ഹോംവർക്ക് എഴുതിയ ലേഖനത്തിലാന്ന് തോന്നുന്നു. ഓക്കെ, മതി, നമുക്ക് വചനം കിട്ടിയാ മതി, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ റെഫറൻസ് ഞാൻ മറന്നു പോകും. പിന്നെ അല്ലെ അത്ര ആ നേരത്തൊക്കെ വായിക്കുവാണല്ലേ ഓർത്തിരിക്കുള്ളൂ. അത് സാരല്ല. ഞങ്ങളൊക്കെ ഇപ്പോഴേ മറക്കാറുണ്ട്. അപ്പൊ ഇത്രയും പ്രായത്തിൽ ഇതൊക്കെ ഓർത്ത് വെക്കുന്നില്ല, അത് തന്നെ വലിയ കാര്യം. ഓക്കെ, അപ്പൊ സന്തോഷം കേട്ടോ വചനം കേട്ടല്ലേ. നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് എങ്ങനെയാണ്? കൃപയായിട്ടല്ല, കടമായിട്ടത്ര. വളരെ ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവന് കടപ്പെട്ടിട്ടുള്ളതായിട്ടത്രേ. അത് ഈ ബൈബിൾ മാറുന്ന അനുസരിച്ച് വേർഡിങ്സിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. അത് അങ്ങനെ കേട്ടോ, വാക്കുകൾ മാറുന്നത്, പ്രശ്നമൊന്നുമില്ല. ഇവിടെ എങ്ങനെയാ കിടക്കുന്നത്? അത് തന്നെയാണ് ഉത്തരം, കറക്റ്റ് തന്നെയാണ്. അപ്പോ 4 ചോദ്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. ഒരു പാട്ടൊക്കെ പാടി ഒരു വചനമൊക്കെ പങ്കുവെച്ച് ഭയങ്കര കളർഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അപ്പച്ചനോട് ഞങ്ങളുടെ അന്വേഷണം പറയാ. ഓക്കെ ആന്റി, അപ്പൊ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം, ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. കോട്ടയത്ത് നിന്ന് മറിയമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടുകൂടി നമ്മളോട് സംസാരിക്കുകയും ആ ഒരു വയ്യാകിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി വചനമൊക്കെ പങ്കുവെച്ച് നല്ലൊരു കുറച്ച് നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു അമ്മ. അപ്പോൾ തീർച്ചയായിട്ടും ആന്റിക്കും അങ്കിളിനും ഈശോ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. എന്തായിരിക്കും ആ കഴുതയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിലേക്ക്. അങ്ങനെ ഈ സിംഹം ഈ കുഴിയിലേക്ക് നോക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവന്റെ കണ്ണ് വന്നെളിക്കുകയാണ്. കാരണം നല്ല ശരീരമുള്ള, നല്ല തടിമാടനായിട്ടുള്ള, നല്ല കൊഴുത്തൊരു കഴുത ഇതിനെ തനിക്ക് ഭക്ഷണമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും, ആനന്ദമായിരിക്കും എന്നൊക്കെ കരുതുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ സിംഹം കണ്ണിൽ വക്രത നിറച്ചുകൊണ്ട് ഈ കുറുക്കന്റെ നേരെ ചാടിത്തിരിയുകയാണ്. എന്നിട്ട് അവന്റെ കഴുത്തിന് പിടിക്കുന്നു. കുറുക്കനാകട്ടെ മരണവെപ്രാളത്തിൽ കിടന്ന് പുളയുകയാണ്. കുറുക്കൻ ചോദിക്കുന്നു, രാജാവേ, ഇത് തെറ്റല്ലേ? കാടിന്റെ നീതിക്ക് ഇത് എതിരല്ലേ? അങ്ങ് എന്നോട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു, ഞാൻ അങ്ങേക്ക് ഭക്ഷണം ഒരുക്കി. ഇതാ ഈ കഴുത എന്റെ സുഹൃത്താണെന്ന് കൂടി പരിഗണിക്കാതെ ഞാൻ അവനെ അങ്ങേക്ക് ഭക്ഷണമായി നൽകി. അതെന്റെ വിധേയത്വം കൊണ്ടല്ലേ? അങ്ങനെയെങ്കിൽ താങ്കൾ ഇപ്പോൾ എന്നോട് കാട്ടുന്നത് ക്രൂരതയല്ലേ? എന്നാൽ തട്ടഹസിച്ചുകൊണ്ട് സിംഹം ഇങ്ങനെ പറയുന്നു, കാട്ടിലെ നീതി നീ എന്നെ പഠിപ്പിക്കുകയാണോ? സ്വന്തം സുഹൃത്തിനെ ചതിക്കാൻ തയ്യാറായ നീ നാളെ എന്നെയും ചതിക്കില്ലെന്ന് ആര് കണ്ടു? അങ്ങനെയെങ്കിൽ ഈ കഴുത കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. 2 ദിവസത്തിന് ഉള്ളിൽ ഞാൻ അവനെ ഭക്ഷിച്ചോളാം. പക്ഷെ നിന്നെ ഇന്നത്തെ എൻ്റെ വിശപ്പ് മാറ്റാനുള്ള എൻ്റെ ഇരയായി ഞാൻ എടുക്കുകയാണ്. അങ്ങനെ ഈ കുറുക്കന്റെ കരച്ചിലുകൾ ഒന്നും വകവയ്ക്കാതെ സിംഹം കുറുക്കനെ കൊന്ന് ഭക്ഷിക്കുകയാണ്. ഇത് കൊണ്ടുനിന്ന കഴുതയാകട്ടെ അതിൽ മനം നൊന്ത് കരയുന്നതിനോടൊപ്പം തന്നെ തൻ്റെ വിധിയും ഇവിടെ അവസാനിക്കുകയാണ് എന്ന് വിധിയെഴുതുകയാണ്. ഏറ്റവും പ്രിയമുള്ളവരെ, കഥയുടെ അന്ത്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കഴുതയ്ക്ക് തന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ? കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ അവസാനത്തെ കോളറിലേക്ക് കൂടി നമുക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? പന്തളത്ത് നിന്ന് ആലീസ് ആന്റി ആണ് അല്ലെ? ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒറ്റയ്ക്കേ ഉള്ളൂ? അപ്പൊ ബാച്ചിലർ ലൈഫ് അടിച്ചു പൊളിക്കുവാണ്. ഓക്കെ. അപ്പൊ ആന്റി, അവിടെ പന്തളത്ത് എന്തുകൊണ്ട് വിശേഷം? നല്ല ചൂടല്ലേ?
അയ്യോ, ചൂട് കൊണ്ട് കഴിക്കാത്ത ഇരിക്കണ്ട, വെളിയിലും ഇരിക്കണ്ട. മുഴുവൻ ചൂടാ. സാരമില്ല, പോട്ടെ. നമുക്ക് അതിന്റെ കൂടെ ദേഹം മൊത്തം പെതരുവാ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇതിന് ശേഷം ഒരു മഴ വരും, അപ്പോഴത്തേക്കും നമുക്ക് തണുക്കാം. അതെ. അപ്പൊ ആന്റി, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാവേ. ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഏതിലുള്ള വിശ്വാസത്താൽ പാപപരിഹാരം ഉണ്ടാകുവാനാണ് ദൈവം അവനെ നിയോഗിച്ചിരിക്കുന്നത്? എന്റെ രക്തം മൂലം. രക്തത്തിലുള്ള എന്തോ ആണ് രക്തത്തിലുള്ള? ഉത്തരം ശരിയാണ്. ഏതിലുള്ള വിശ്വാസത്താൽ? എന്തിലുള്ള വിശ്വാസത്താലാ? വിശ്വസിക്കുന്നവർക്ക് അവൻ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. അതെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവന്റെ രക്തത്തിലുള്ള വിശ്വാസത്താൽ. വിശ്വാസം. അതെ അതെ അതെ. അപ്പോ ഒന്നാമത്തെ ചോദ്യം നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? കയറാം. ചോദ്യം ഇങ്ങനെയാണ്: മനുഷ്യർ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അതെ, അങ്ങനെ ഉത്തരങ്ങൾ വരട്ടെ. ലോക്ക് ചെയ്യുവാണേ ഉത്തരം. ഓക്കെ, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: വിശ്വാസത്താൽ. അപ്പൊ നമ്മള് 2 ചോദ്യങ്ങളെ ശരിയാക്കി. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആന്റി, നമുക്കൊരു പാട്ട് പാടിയാലോ? പാട്ട് പാടാം. പാടിക്കോ. ഹലോ. സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകും മാറിപ്പോകാത്തൊരു വാഴ്ത്തമുണ്ടിനെ ആ നല്ല നാളുകൾ വേഗം വരും. കരയണ്ട ദുഃഖത്താൽ കത്തുന്നുണ്ട്, കണ്ണുനീരെല്ലാം യേശു മാറ്റിടുമേ. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും, പ്രാർത്ഥന കേൾക്കുന്ന യേശുണ്ട്. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. പ്രാർത്ഥനയ്ക്കൊക്കെ പാടുന്ന പാട്ടല്ലേ? മനസ്സിലായി. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നുവെന്ന് നാം നിർണയിക്കുന്നത് ഏതിനാലാണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കുന്നു. എല്ലാം സിമ്പിൾ ആയിരുന്നു അല്ലേ? മുന്നത്തെ ചോദ്യത്തിന് ഉത്തരം തന്നെയായിരുന്നു ഇതും. ശരി ഉത്തരമാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം വരുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ. അപ്പോ നമ്മൾ 3 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ആന്റിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാ? കഥാപാത്രം കൂടുതലും ഞാൻ പറയുമ്പോഴെല്ലാം പറയുന്ന ഇയ്യോബിനെ കുറിച്ചാ. ഇയ്യോബ്. കാരണം കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തെ ത്യജിച്ച് പറയാതെ അന്ത്യം വരെയും ജീവിച്ച ഒരു വ്യക്തിയാണ്. ഓക്കെ, ദൈവത്തെ തള്ളി പറയാതെ ജീവിച്ചു അല്ലേ? മരണം വരെയും തള്ളി പറയാതെ ജീവിച്ചു. ഭാര്യ തള്ളി പറയാൻ പറഞ്ഞു, സഹോദരങ്ങൾ പറഞ്ഞു, കൂട്ടുകാര് പറഞ്ഞു, എന്തെല്ലാം വന്നിട്ടും ദൈവത്തെ ഒരു നാളും തള്ളി പറയാതെ അവസാനത്തോളം നിന്നതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് ദൈവം തിരിച്ചു കൊടുത്തു. നമ്മളൊക്കെ മാതൃക ആക്കേണ്ട വ്യക്തിയാണ് അല്ലേ? അതെപ്പോഴും ഞാൻ ഓർക്കും. അതുകൊണ്ട് അയ്യോവിന്റെ കാര്യം എപ്പോഴും പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: മനുഷ്യൻ ഏതിന്റെ പ്രവൃത്തി കൂടാതെയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്? സിമ്പിൾ ആണേ. ന്യായപ്രമാണത്തിന്റെ.
അത്രേ ഉള്ളൂ. ഉത്തരം പറയാനുള്ള ഒരു ആവേശം നോക്കിക്കേ. അപ്പോ എന്തായാലും ശരി ഉത്തരമാണ്, അത് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, ന്യായ പ്രമാണത്തിന്റെ. അതെ. അപ്പൊ നമ്മൾ 4 ചോദ്യങ്ങളും വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. 4 ചോദ്യങ്ങളും ശരി ഉത്തരമാണ്. അത് മാത്രമല്ല, നന്നായിട്ടൊരു പാട്ട് പാടി, പിന്നെ അതുപോലെ തന്നെ യോബിനെ പറ്റിയൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, വളരെ നല്ല നിമിഷങ്ങളായിരുന്നു അല്ലേ? അപ്പൊ ആന്റി ഇനിയും ഉറപ്പായിട്ടും വിളിച്ചോളാം. ഓക്കെ ആന്റി, അപ്പൊ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. ആലീസ് ജോയി ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഒക്കെ ഉത്തരങ്ങൾ പറഞ്ഞു. അത് മാത്രമല്ല, നന്നായിട്ട് പാട്ടൊക്കെ പാടി നമ്മുടെ ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ പറ്റിയൊക്കെ ഒരു കഥാപാത്ര നിരൂപണമൊക്കെ നടത്തി. അപ്പോൾ ആന്റിക്ക് എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥന ആശംസകളും നേരുന്നു. നമുക്ക് നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക്, നമ്മുടെ ഈ ഒരു അധ്യായത്തിന്റെ അന്ത്യത്തിലേക്ക് മടങ്ങി വരാം. ഈ കുഴിയിലേക്ക് കിടക്കുന്ന കഴുത സിംഹത്തെ നോക്കി നിറകണ്ണുകളോടെ നിൽക്കുമ്പോൾ അവൻ അറിയാം 2 ദിവസങ്ങൾക്ക് ശേഷം ഈ രാജാവിന്റെ ഭക്ഷണമായിട്ട് മാറാൻ പോകുന്നത് ഞാനാണ് എന്നുള്ളത്. എന്നാൽ ഇത് കണ്ട് രാജാവ് അവനെ ദയയോടുകൂടി തന്നെ നോക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഞാൻ കാട്ടിലെ രാജാവാണ്, നീതി ഉറപ്പാക്കേണ്ട ഒരാളാണ്. അങ്ങനെയെങ്കിൽ നിന്നെ കുഴിയിലേക്ക് ചാടിച്ച ഈ കുറുക്കനെ പോലെ നിന്നെ യാതൊരുവിധ ദയാദക്ഷിണയും ഇല്ലാതെ ഭക്ഷിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല. ഇവിടെ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കാം. നീ പോയി നിന്റെ ജീവിതം സന്തോഷത്തോടു കൂടി ആസ്വദിക്കുക. അങ്ങനെ ആ സിംഹത്തിന്റെ സഹായത്തോടു കൂടി കഴുത പുറത്തേക്ക് എത്തുകയും സിംഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മടങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. ഏറ്റവും പ്രിയമുള്ളവരെ, ഈ കഥ നമ്മുടെ ജീവിതവുമായി പലപ്പോഴും നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും. ഇന്നത്തെ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ എല്ലാവരും പരിഹാസങ്ങൾക്കേറ്റ് ഒറ്റപ്പെട്ടു പോയി, അതുകൊണ്ട് തന്നെ യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഇവിടെ ഈ കഴുതയ്ക്ക് സംഭവിച്ചതും ഇത് തന്നെയല്ലേ? അവൻ ഒറ്റപ്പെട്ടു പോയി. താൻ ഏറെ വിശ്വസിച്ചിരുന്ന തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നെ ഒറ്റപ്പെടുത്തി തന്നെ മരണത്തിന്റെ വക്കിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു. ആ നിമിഷം എന്തെല്ലാം മനോവ്യാപാരങ്ങളായിരിക്കും ആ കഴുതയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? നമ്മൾ ഏറെ വിശ്വസിച്ചവർ, നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ ഉറ്റുനോക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ, നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ ഒക്കെയും നമ്മളെ പരിഹസിച്ചിട്ടില്ലേ? പല ഏടാകൂടങ്ങളിലേക്കും നമ്മളെ കൊണ്ടുചെന്ന് ചാടിക്കാൻ, പല ചതിക്കുഴികളിലേക്കും നമ്മളെ കൊണ്ടുചെന്ന് ചാടിക്കാൻ അവരൊക്കെയും ഉത്സാഹം കാട്ടിയിട്ടില്ലേ? അപ്പോഴും നമ്മളെല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ഒരുപക്ഷെ ദൈവത്തോട് മാത്രമായിരിക്കും. ദൈവം അവിടെ നിന്ന് നമ്മളെ കരകയറ്റിയത് കൊണ്ടാകാം ഇന്ന് പുഞ്ചിരിയോടുകൂടി നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതും. അങ്ങനെയെങ്കിൽ ഈ കഥ നമുക്കൊരു പാഠമായിരിക്കട്ടെ. വിശ്വസിക്കേണ്ടവരെ മാത്രമേ വിശ്വസിക്കാവൂ. എല്ലാ ബന്ധങ്ങളും ഒരു സൗഹൃദത്തിന്റെ അകലത്തിൽ തന്നെ കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഇന്നത്തെ വചനം നമ്മളെ പ്രാപ്തരാക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.